നമ്മളൊരു ജപമാല കയ്യിലെടുക്കുമ്പോൾ സാത്താൻ വിറയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ എന്നീ പ്രാർത്ഥനകൾ ജപമാല വഴിയായി ഓരോ തവണയും ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ആത്മീയ ലോകത്ത് ചില മഹാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. പലരും വെറുമൊരു പ്രാർത്ഥനയായി ഇതിനെ കാണുമ്പോൾ ഇത് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷങ്ങളാണെന്ന് എത്ര പേർക്കറിയാം? പോസിറ്റീവ് വിങ്സ് ടു സക്സസിലേക്ക് ഏവർക്കും സ്വാഗതം. ജപമാല ചൊല്ലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കുന്ന ഈ 5 രഹസ്യങ്ങൾ ഇതാ. അന്ധകാര ശക്തികളുടെ പരാജയം. നമ്മൾ ജപമാല അല്ലെങ്കിൽ കൊന്ത ചൊല്ലി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജികളും സാത്താനിക ശക്തികളും പിന്തിരിഞ്ഞോടാൻ തുടങ്ങും. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ളിടത്ത് അന്ധകാര ശക്തിക്ക് നിൽക്കാൻ സാധിക്കില്ല. സ്വർഗീയ സംരക്ഷണ മതിൽ. ജപമാലയുടെ ഓരോ മണിയും നമ്മുടെ വീടിന് ചുറ്റും ഒരു സംരക്ഷണ കോട്ടയാണ് തീർക്കുന്നത്. അപകടങ്ങളിലും രോഗപീഠകളിലും നിന്ന് സ്വർഗീയ ദൂതന്മാർ നമ്മുടെ വീടിനെ കാത്തു സൂക്ഷിക്കാൻ ഈ പ്രാർത്ഥന കാരണമാണ്. പാപക്കറകൾ കഴുകി മാറ്റപ്പെടുന്നു. മനസ്സിലെ അസ്വസ്ഥതകളും കുറ്റബോധവും മാറി ആത്മീയമായ ഒരു ശുദ്ധീകരണം നടക്കുന്നു. കാരണം നമ്മൾ ജപിക്കുന്നത് ഈശോയുടെ ജീവിത രഹസ്യങ്ങളാണ്. ഇതിലൂടെ നമ്മുടെ ആത്മാവ് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു. ഇനി 4ാമത്തെ അത്ഭുതമാണ് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നു. നമ്മുടെ മുൻപിലുള്ള എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു എന്ന് നമ്മൾക്ക് തോന്നുമ്പോൾ നമ്മൾ ജപമാല വഴിയായി അമ്മയോട് നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കണം. കാരണം നമ്മുടെ അമ്മ നമ്മുടെ ഈശോയോട് ശുപാർശ ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ അത്ഭുതകരമായി നികത്തപ്പെടും. ശാന്തിയും സമാധാനവും. എത്ര വലിയ മാനസിക സമ്മർദ്ദത്തിലാണെങ്കിലും ജപമാല ചൊല്ലി കഴിയുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ആന്തരിക സമാധാനം അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. തകർന്ന ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാനും മനസ്സിനെ ശാന്തി നൽകാനും ഇതിന് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജപമാല വെറുമൊരു പ്രാർത്ഥനയല്ല, അത് സ്വർഗത്തിലേക്കുള്ള താക്കോലാണ്. ഇന്നു മുതൽ നമ്മുടെ വീടുകളിൽ മുടങ്ങാതെ ഒരു ജപമാലയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കണം. മാറ്റങ്ങൾ നിങ്ങൾ തന്നെ നേരിട്ട് കാണും. ജപമാല വഴിയായി നിങ്ങൾക്ക് ലഭിച്ച അത്ഭുതങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും അതൊരു പ്രചോദനമായി മാറട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ആമേൻ എന്നൊരു കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ്. എൻ്റെ പ്രാർത്ഥനയിൽ അത് സമർപ്പിക്കുന്നതാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.